റയൽ മെദ്രിദ് വേഴ്സസ് ആഴ്സണൽ മാച്ച് ആയിരുന്നു. 6 മത്സരത്തിൽ റയൽ മെദ്രിദ് 3-0 തോറ്റു. ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു റിസൾട്ടാണ് ഈ ഒരു മാച്ചിൽ കണ്ടത്. റയൽ മെഡ്രിഡ് 3-0 തോൽക്കുക പറയുന്നത് എന്നെ വണ്ടറടിപ്പിച്ചൊരു കാര്യമായിരുന്നു. കാരണം അവർ തന്നെ പറഞ്ഞു നടക്കുന്നൊരു കാര്യമാണ്, അത് അവരുടെ ലീഗ് തന്നെ, അവരുടെ കോമ്പറ്റീഷനാണ്. സോ അവർ ഒരിക്കലും ഇങ്ങനത്തെ രീതിയിൽ തോൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ഒരു ടീം 3-0 തോറ്റു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വണ്ടറടിച്ചു. ആൻഡ് ഈ ഒരു മത്സരത്തിൽ ആരൊക്കെയുണ്ട്? വിനീഷ്യസ് ഉണ്ട്, എംബപ്പെ ഉണ്ട്, ബെല്ലിംഗ്ഹാം ഉണ്ട്, അതേപോലെ തന്നെ റോഡ്രിഗോ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ടും ഇവരാകെ അറ്റംപ്റ്റ് ചെയ്ത ഷോട്ട് പറയുന്നത് വെറും 9 ഷോട്ട്. അതിൽ 3 മാത്രമാണ് ഓൺ ടാർജറ്റ്. ആഴ്സണലാണെങ്കിൽ 12 ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തു, അതിൽ 11 ഓൺ ടാർജറ്റ്. ഇവിടെ ഡിഫറൻസ് നോക്ക്, റയൽ എവിടെ നിൽക്കുന്നു, ആഴ്സണൽ എവിടെ നിൽക്കുന്നു എന്ന്. ആൻഡ് ഈ ഒരു മാച്ചിൽ ഡെക്ലാൻ റൈസ് നേടിയിരിക്കുന്ന ആ 2 ഫ്രീ കിക്ക് ഗോള് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഗോള് നൈസായിരുന്നു, പക്ഷെ രണ്ടാമത്തെ ഗോള് പെർഫെക്റ്റ് എന്നെല്ലാം പറയില്ല, ആ രീതിയിലായിരുന്നു ആ ഒരു ഗോൾ ഉണ്ടായത്. അതായത് ആ ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് കോർട്ടുവ ആടെ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റുന്ന സോണിലും മറികടന്നിട്ടുള്ളൊരു സ്ലോട്ടാണ് ഈ ഒരു ഡെക്ലാൻ റൈസ് ചൂസ് ചെയ്തത്. ടോപ്പ് റൈറ്റ് കോർണർ, ആ ഒരു കോർണറിൽ പ്രിസൈസ് ആയിട്ടാണ് ആ ഒരു ബോൾ പോകുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് ഒരു ഗോൾ കീപ്പറിന് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ഗോൾ വന്ന സമയത്ത് മുൻ ആഴ്സണൽ താരമായിട്ടുള്ള സ്നൈഡർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അത് ഏത് പ്ലെയറിന് വേണമെങ്കിലും നേടാൻ പറ്റുന്ന ഒരു ഗോളാണ്. കാരണം അത്രയും ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് ഗോൾ നേടാൻ പറ്റും എന്നൊക്കെ. ബ്രോ, ഇത് ഏത് യൂണിവേഴ്സിൽ നിന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇതേ സ്ലോട്ടിൽ നമ്മുടെ റഫീനിയും ഫറാനും അതേപോലെ തന്നെ ലെവൻഡോസ്കിയും ഒക്കെ വന്നിട്ട് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഈ ടൈപ്പ് ഗോൾ നേടാൻ സാധിച്ചിട്ടില്ല. ഈ സീസണിൽ പ്രോപ്പറായിട്ട് ഫ്രീ കിക്ക് ഗോള് ബാസക്ക് വന്നിട്ടില്ല. ഫറാൻ്റെ ഭാഗത്തുനിന്നായിട്ടും വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബാക്കി ആരുടെ ഭാഗത്തുനിന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. സോ ഡിസ്റ്റൻസ് എത്രയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റൈൽ ഓഫ് ഫ്രീ കിക്ക് ഇടാൻ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഈ ഒരു മാച്ചിൽ റയൽ മെഡ്രിഡ് അവരുടെ യൂഷ്വൽ പെർഫോമൻസ് മുന്നോട്ട് വെച്ചിട്ടില്ല. 10x പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിനീഷ്യസ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തില്ല. കമവിംഗ ആണെങ്കിൽ ഈ ഒരു മാച്ചിൽ 2 യെല്ലോ കാർഡ് വാങ്ങി, അതുകൊണ്ട് സെക്കൻഡ് ലെഗിൽ പ്ലെയർ അവൈലബിൾ ആവത്തില്ല. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ റയൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സെക്കൻഡ് ലെഗ് ഉണ്ട്, സെക്കൻഡ് ലെഗിൽ ചിലപ്പോൾ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം റയൽ ഹോം ഗ്രൗണ്ടിലാണ് ആ ഒരു മാച്ച് നടക്കുന്നത്, അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. നമ്മൾ വിചാരിക്കാത്ത റിസൾട്ടൊക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തെന്ന് വരും. അപ്പോൾ ആഴ്സണൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി പറ്റുന്നില്ല എന്നാണെങ്കിൽ ബോട്ടിലിംഗ് നടക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. പിന്നെ ഇതേ സമയത്ത് നടന്ന മാച്ചായിരുന്നു ബയൺ വേഴ്സസ് ഇൻറ്റർ മിലാൻ മാച്ച്. 6 മത്സരത്തിൽ ഇൻറ്റർ മിലാൻ 2-1 വിൻ ചെയ്തു. അപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ബയണാണ്, പക്ഷേ റിസൾട്ട് വൈസ് ഇൻറ്റർ മിലാനാണ് ഈ ഒരു മാച്ച് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും സെക്കൻഡ് ലെഗിൽ ബയൺ ഇതിനേക്കാളും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നടക്കാൻ വേണ്ടി പോകുന്ന മത്സരങ്ങൾ നടക്കുന്നത് ബാസ വേഴ്സസ് ഡോർട്ട്മണ്ടും അതുപോലെ തന്നെ PSG വേഴ്സസ് ആസ്റ്റൺ വില്ലയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ഈ ഒരു ടീമിനെതിരെ നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. 6 മത്സരത്തിൽ നമ്മൾ 3-2 ഒരു വിജയമാണ് കരസ്ഥമാക്കിയത്. ശരിക്കും അന്ന് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് ആയിരുന്നില്ല അത്. ബുർസി ആണെങ്കിൽ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മുന്നോട്ട് വെച്ചു. പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മുടെ ഹാൻസ് ഫ്ലിക്ക് സൂപ്പർ സബ്ബൊക്കെ പ്രോപ്പറായിട്ട് നടത്തിയതുകൊണ്ട് നമ്മൾ ആ ഒരു മാച്ച് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫറാൻ്റെ ആ ഒരു വരവോട് കൂടിയാണ് നമ്മൾ ആ ഒരു മാച്ച് വിൻ ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള സ്ക്വാഡ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ആ ഒരു മാച്ചിൻ്റെ സ്ക്വാഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഗോൾ കീപ്പർ സ്ഥാനത്ത് ഇപ്പോൾ ഇനാക്കി ബീനിയല്ല ഉള്ളത്, ഷെസ്നിയാണ്. പിന്നെ കസേറോ ഇല്ല, ഫ്രാങ്ക് ഡിയോങ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓൾമ ഇല്ല, ഗ്യാവി ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. പിന്നെ ചില റിപ്പോർട്ട്സ് പറയുന്നത് ഗ്യാവിക്ക് പകരം ഫെർമിൻ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ്. പിന്നെ അന്നത്തെ ആ ഒരു സ്ക്വാഡിൽ ഇനീഗോ കുബാർസി കോമ്പിനേഷൻ ആയിരുന്നു ഉണ്ടായത്. ഈ ഒരു മാച്ചിൽ ചിലപ്പോഴേ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാകത്തുള്ളൂ, കാരണം ഇനീഗോ ഇഞ്ചുറിയിൽ നിന്ന് വരുന്നൊരു മാച്ചാണ് ഇത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ മിക്കവാറും അറോഹു കുബാർസി കോമ്പിനേഷൻ ആയിരിക്കും. ഇനീഗോ സൂപ്പർ സബ് എന്ന രീതിയിൽ വരാനുള്ള ചാൻസാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അപ്പോൾ ബാസ വേഴ്സസ് ഡോർട്ട്മണ്ട് മാച്ച് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരിക്കും. നമ്മുടെ ഹോമിൽ തന്നെയാണ് ഈ ഒരു മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
എന്തായാലും നല്ലൊരു മാർജിനിൽ ഈ ഒരു മാച്ച് വിൻ ചെയ്താലേ കാര്യമുള്ളൂ എന്നാണ് എൻ്റെ ഒരു ടേക്ക്. ബാസ പെർഫോം ചെയ്യോ ഇല്ലയോ എന്നതെല്ലാം കണ്ടന്റർ. എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമ്മുടെ അറ്റാക്കിംഗ് ട്രയോസ് ആയിട്ടുള്ള ലെവൻഡോസ്കി, റഫീനിയ, അതേപോലെ തന്നെ ലെമീൻ യമാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഗോൾ കോൺട്രിബ്യൂഷൻ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെയിനായിട്ട് പറഞ്ഞാൽ ഞാൻ ലെവൻഡോസ്കിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഹാട്രിക്കും അതേപോലെ തന്നെ ലെമീൻ്റെ ഭാഗത്തു നിന്നും റഫീനയുടെ ഭാഗത്തു നിന്നും ഒരു ഗോളിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കോ ഇല്ലയോ എന്നതെല്ലാം കണ്ടന്നെ അറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പറയാനുള്ളത് ടെർസ്റ്റഗനെ കുറിച്ചാണ്. അപ്പോൾ ചിലർക്ക് ടെർസ്റ്റഗൻ്റെ വരവ് വളരെയധികം ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ്. ബട്ട് എനിക്ക് അങ്ങനെയല്ല. പ്ലെയറിൻ്റെ വരവ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ തന്നെ പ്ലെയർ കുറേ PR വർക്ക്സ് നടത്തിയിട്ട് പ്ലെയറിൻ്റെ ഇമേജ് ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് മെസ്സി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്ലെയറെ ബാക്ക് ഫയർ ചെയ്യുന്ന രീതിയിൽ പോകുന്നതായിട്ടാണ് കമൻറ്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ ഒരു ടെർസ്റ്റഗൻ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നത് നിർത്തിയിട്ട് മാച്ച് പെർഫോം ചെയ്യുന്നത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാം. പ്ലെയർ സ്വന്തമായിട്ടൊന്ന് ബെറ്റർ ആകാൻ നോക്കുക, അത്ര തന്നെ. പിന്നെ ഇപ്പോൾ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ന്യൂസ് പറയുന്നത് കഴിഞ്ഞ സീസണിൽ കോർട്ടുവ UCL ഫൈനലിൽ പങ്കെടുത്ത പോലെ ടെർസ്റ്റഗന് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എന്നെ ഇപ്പോൾ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് ടെർസ്റ്റഗൻ ആ ഒരു UCL കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഷെസ്നീനെ പിൻവലിച്ചിട്ട് ടെർസ്റ്റഗനെ രജിസ്ട്രേഷൻ നടത്തണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്ലെയറിന് UCL മാച്ച് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ UCLൽ ബാക്കപ്പ് ഓപ്ഷനായിട്ട് പിന്നെ ഉണ്ടാകുന്നത് ഇനാക്കി പിന്നെയാണ്. ഷെസ്നി ഉണ്ടാകത്തില്ല. ഷെസ്നി പുറത്തായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസിഷൻ ബോർഡ് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ പോവുക. അതുമാത്രമല്ല പ്ലെയർ ആണെങ്കിൽ ഒരു ബിഗ് മാച്ച് പ്ലെയർ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഹാൻസ് ഫ്ലിക്കിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നാഷണൽ ടീമിലൊക്കെ അദ്ദേഹത്തിന് ചാൻസ് ഒക്കെ കൊടുത്തതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ടെർസ്റ്റഗൻ എവിടെ കിടക്കുന്നു, ഷെസ്നി എവിടെ നിൽക്കുന്നു എന്ന്. സോ എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ടെർസ്റ്റഗനെ ഈ ഒരു സീസണിൽ അടുപ്പിക്കേണ്ട, UCL അടുപ്പിക്കേണ്ട. ലാലിഗയിൽ വേണമെങ്കിൽ കൊടുത്തു. UCL ആ ഭാഗത്ത് പോലും പ്ലെയറെ അടുപ്പിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഹാൻസ് ഫ്ലിക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ബോർഡ് ഹാൻസ് ഫ്ലിക്കിന് പ്രഷർ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എന്താവും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം. പിന്നെ ഇപ്പോൾ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ ക്ലബിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില ന്യൂസ് ഇപ്പോൾ ലീക്കാണ്. ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ്, പക്ഷെ അതൊക്കെ ലീക്ക് ആവുന്നുണ്ട്. അത് ഈ ഒരു പ്ലെയറിൻ്റെ വരവോട് കൂടി കാണുന്നൊരു കാര്യമാണ്. കാരണം ഇതിനു മുൻപ് നമ്മുടെ ക്ലബിൻ്റെ ഉള്ളിൽ നടക്കുന്ന മൈക്രോ ലെവൽ കാര്യങ്ങൾ അങ്ങനെ ലീക്ക് ആവാറില്ല, ലീക്ക് ആയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ കാര്യം പുറത്ത് വരുന്നുണ്ട്. അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ബാസ വേഴ്സസ് ഡോർട്ട്മണ്ട് മാച്ചിന് മുൻപായിട്ട് ഹാൻസ് ഫ്ലിക്ക് ബാസ പ്ലേയേഴ്സിന് ഡോർട്ട്മണ്ടിൻ്റെ ചില ടാക്ടിക്കൽ വീഡിയോസ് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഹാൻസ് ഫ്ലിക്ക് ഇപ്പോൾ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതായിരിക്കില്ല, ഇതിനു മുൻപും തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് വരാത്തൊരു അപ്ഡേറ്റ് എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നു? അതുകൊണ്ട് ഞാൻ ഡൗട്ട് അടിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ടെർസ്റ്റഗനാണ്. കാരണം ടെർസ്റ്റഗൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറേ മീഡിയ പേഴ്സൺസ് ആയിട്ട്, അതായത് കുറേ റിപ്പോർട്ടേഴ്സായിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ക്ലബിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് ആ മീഡിയ വഴി യൂസ് ചെയ്തിട്ട് പുറത്തുവിടാൻ പറ്റും. ഇപ്പോൾ ടെർസ്റ്റഗൻ ഈ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്താം. ഫണ്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടു. ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്താമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് സീസണിൽ ബാസി പങ്കെടുക്കുക, അത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.